ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിനി കല്യാണത്തിന് ഒരു 5 ദിവസം 6 ദിവസം ഇത്രയേ ഉള്ളൂ കല്യാണത്തിന്. അപ്പോൾ അതിൻ്റെ കല്യാണ ശ്രമത്തിനൊക്കെ പോകണം. അപ്പോൾ മക്കൾ പോയിട്ടുണ്ട് എന്തിനായാലും. അപ്പോൾ ഞാനും ഇനി പോകണം. അപ്പോൾ എനിക്കിന്ന് ഓർഡറുണ്ട് അച്ചാറിൻ്റെ. അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം പോകണം. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയായെന്ന് പോയി ഒന്ന് അന്വേഷിക്കണം. ഇതുവരെ ഞാൻ പോയില്ല. അപ്പം ഇന്നൊന്ന് അങ്ങോട്ട് പോകണം. ഇനി കുറച്ച് ദിവസം കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിനി കല്യാണ ശ്രമത്തിന് ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഗേസ് ഇന്ന് നമുക്ക് കുറേ ഓർഡറുകളുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ നിജാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കല്യാണം അന്വേഷിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗേസ് നമുക്കിന്ന് മെയിൻ അച്ചാറിൻ്റെ ഓർഡറുണ്ട്. അപ്പം എന്താ വലിയ ഫിഷ്, വലിയ മീനാണ്, ചൂരമീൻ. അപ്പോൾ അതെന്തായാലും ഒരു 5 കിലോ മീൻ അച്ചാറിൻ്റെ ഓർഡറാണ്. അപ്പോൾ എന്താ കൊഞ്ചുണ്ട്, ഇതുണ്ട്, ചൂരമീനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തലയാണ് നമ്മൾ വാങ്ങിച്ച ചൂരയുടെ. ഇത് നമുക്കെല്ലാം സെപ്പറേറ്റ് കറി വയ്ക്കാനായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓർഡറുണ്ട്. നമുക്കിന്ന് ബീഫ്, അതുപോലെ തന്നെ പൈനാപ്പിൾ, മാങ്ങ, ഇതിൻ്റെയൊക്കെ ഓർഡറുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഇതാ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ. ഇഞ്ചി അച്ചാർ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഗേസ് ഞാൻ അച്ചാറിൻ്റെ കാര്യങ്ങളെല്ലാം ഒതുക്കി അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു ഓർഡർ. അത് കഴിഞ്ഞ് ഞാൻ നിജാസിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗേസ് പുതിയ ടേബിളൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്ത് കല്ലുമേലിൽ കല്ലൊക്കെ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ പഴുത്ത മാമ്പഴം മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിജാസിൻ്റെ വീട്ടിലേക്ക് തോട്ടത്തിലെ മാങ്ങ പറിച്ചവർ മാമ്പഴം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന മാമ്പഴം മേടിക്കാനായിട്ട് പോവുകയാണ് കടയിലേക്ക്. അങ്ങനെ നമ്മൾ കടയിലെത്തി. അപ്പോൾ ചക്ക ഉണ്ട്, ഒരു വരിക്കച്ചക്ക ഉണ്ട്. ആ വരിക്കച്ചക്ക നോക്കുന്നുണ്ട്. പിന്നെ പഴുത്ത മാങ്ങ, പല ഐറ്റത്തിലും ഉള്ള പഴുത്ത മാങ്ങ ഉണ്ട് ഇവിടെ. അപ്പോൾ മാങ്ങ മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു ചക്ക എടുത്തിട്ടുണ്ട്, വരിക്കച്ചക്ക. അങ്ങനെ ഗേസ് നമ്മൾ ചക്കയും മാങ്ങയൊക്കെ വാങ്ങി. അപ്പോൾ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ്.
അവിടെ അടുത്ത് തന്നെയാണ് കടയും. നേരെ ഇരുട്ടിയിട്ടുണ്ട്, രാത്രിയായി. അപ്പം നമ്മളിതാ പോകുന്നുണ്ട് എല്ലാം വാങ്ങിയിട്ട്. അപ്പോൾ ഗേസ് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അടുത്തത് ചെത്തി നോക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ചെത്തി എല്ലാവരും കൂടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ അച്ചാറിട്ടതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഞാൻ പഴുത്ത മാങ്ങ തിന്നിട്ട് പകുതി മാങ്ങ കഴിച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാ അച്ചാറിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേസ് അങ്ങനെ നമ്മുടെ അച്ചാറെല്ലാം റെഡിയാക്കി ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. മീനച്ചാർ, കൊഞ്ചച്ചാർ, അതുപോലെ മാങ്ങ, ക്യാരറ്റ്, ഈത്തപ്പഴം, അതുപോലെ എല്ലാ പല ഐറ്റം അച്ചാർ, പിന്നെ ബീഫ് ഫ്രൈ, അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് ഫൈനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അച്ചാറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇൻജാസിൻ്റെ വീട്ടിൽ പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.